അബോധാവസ്ഥയിൽ കഴിയുന്ന ഒരു വ്യക്തിയുടെ സ്വത്ത് വിൽക്കാൻ കഴിയുമോ? ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ മുമ്പാകെയുള്ള ഒരു കേസിൽ അബോധാവസ്ഥയിലായ ഒരു വ്യക്തിയുടെ ഭാര്യ തന്റെ ഭർത്താവിന്റെ ഉടമസ്ഥതയിലുള്ള വസ്തുവുമായി ബന്ധപ്പെട്ട് ബാധ്യതകൾ ഉള്ളതിനാൽ സ്വത്ത് വിൽക്കാനുള്ള അനുമതിക്കായി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ചു. ഭർത്താവ് അബോധാവസ്ഥയിലായതിനാലും ലോൺ തീർപ്പാക്കാൻ സ്വത്ത് വിൽക്കണമെന്നുമുള്ള കാരണത്താലാണ് ഭാര്യ കോടതിയെ സമീപിച്ചത്. സ്വത്ത് വിനിയോഗിക്കുന്നതിന് ഭാര്യയ്ക്ക് പരിമിതമായ രക്ഷാകർതൃത്വം നൽകാമോ? അബോധാവസ്ഥയിലുള്ള വ്യക്തിയുടെ സ്വത്ത് കൈമാറ്റം പരിമിതമായ രക്ഷാകർതൃത്വത്തിന്റെ വിഷയമാകുമോ എന്നതായിരുന്നു ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുന്നിലുള്ള ചോദ്യം. ശാരീരികമോ മാനസികമോ ആയ പരിമിതികൾ കാരണം വൈകല്യമുള്ള ഒരാൾക്ക് നിയമപരമായ തീരുമാനം എടുക്കാൻ കഴിയില്ലെന്ന് സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റിന് ബോധ്യപ്പെട്ടാൽ പരിമിതമായ രക്ഷാകർതൃത്വം നൽകാമെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി വ്യക്തമാക്കി. അങ്ങനെ വൈകല്യമുള്ള ഒരു വ്യക്തിയുടെ സ്വത്ത് കൈമാറ്റം പരിമിതമായ രക്ഷാകർതൃത്വത്തിന്റെ വിഷയമാണ്. ഈ സാഹചര്യത്തിൽ 2016 വികലാംഗരുടെ അവകാശ നിയമത്തിലെ 14-ാം വകുപ്പ് പ്രകാരം വ്യക്തിയുടെ ഭാര്യ സമർപ്പിച്ച അപേക്ഷകൾ പരിഗണിക്കാനും കഴിയുന്നത്ര വേഗത്തിൽ ഉചിതമായ തീരുമാനമെടുക്കാനും ബഹുമാനപ്പെട്ട ഹൈക്കോടതി സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റിനോട് നിർദ്ദേശിച്ചു. അതിനാൽ വസ്തു വിറ്റ് കിട്ടുന്ന തുക ഉപയോഗിച്ച് കടം വീട്ടാൻ അനുവദിച്ച ഹൈക്കോടതി വിധി കുടുംബത്തിന് ഏറെ ആശ്വാസമായി. ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ദയവായി ലൈക്ക് ചെയ്ത് കൂടുതൽ നിയമസംബന്ധമായ കാഴ്ചപ്പാടുകൾക്കായി സബ്സ്ക്രൈബും ചെയ്യുക.